ഗായ്സ്, വെൽക്കം ബാക്ക് അഗെയിൻ. അപ്പോൾ ഞാൻ 2 ദിവസമായിട്ട് വീട്ടിലായിരുന്നു കേട്ടോ. ഒരാഴ്ചയായിട്ട് ഞാൻ വീട്ടിൽ പോയേക്കുമായിരുന്നു. അപ്പോൾ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ മൊത്തത്തിൽ ഒരു അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. എന്ന് വെച്ചാൽ ഞാനങ്ങനെ ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്ത് ഫുൾ അടുക്കും ചിട്ടിയോടെ അങ്ങനെ പോകുന്ന ഒരാളൊന്നുമല്ല. എന്നാലും ഭയങ്കര ഓവറായിട്ട് അലങ്കോലമല്ല. എന്നാലും മമ്മി ഒന്ന് ഞങ്ങൾ തറയൊക്കെ ക്ലീൻ ചെയ്തായിരുന്നു. പക്ഷെ എൻ്റെ ചില സാധനങ്ങൾ ഇപ്പോൾ അൺപാക്ക് ചെയ്യാനായിട്ട് കുറച്ച് സാധനങ്ങളുണ്ട്. വീട്ടിൽ നിന്ന് ഒരു ലോഡ് സാധനങ്ങൾ തന്നിട്ടുണ്ട്. വീട്ടിലോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴുള്ള ഏറ്റവും വലിയ ദേഷ്യം എന്താണെന്ന് വെച്ചാൽ, ദേഷ്യമല്ല, ഇറിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ സാധനങ്ങൾ പാക്ക് ചെയ്യുക. അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു ലോഡ് സാധനങ്ങൾ, പ്രത്യേകിച്ച് പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് കുറേ സാധനങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടോണം. അതിട്ട് അവിടെ ചെന്നിട്ട് അത് അൺപാക്ക് ചെയ്യണം. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ പാക്ക് ചെയ്യുക. എനിക്ക് ഈ പാക്കിംഗ് പരിപാടി, എനിക്ക് ഇട്ട ഡ്രസ്സോടെ എവിടെയെങ്കിലും പോകാനായിട്ട് പറ്റുമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും. പക്ഷെ നമുക്ക് പിള്ളേരൊക്കെ ഉള്ളപ്പോൾ അങ്ങനെ പറ്റത്തില്ല. അപ്പോൾ ഇത് ഞാൻ സത്യം പറഞ്ഞാൽ പോകാനുള്ള മെയിൻ കാരണം, കുട്ടിച്ചന് പനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റേച്ചിൽ ഇളയ മോക്ക് പിടിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ വീട്ടിലോട്ട് പോയത്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വന്ന്. പിന്നെ റേച്ചിലിനാണെങ്കിൽ, റേച്ചിലിപ്പോൾ ഉണ്ടായിട്ട് 5 മാസം കംപ്ലീറ്റ് ആവും കേട്ടോ. ഈ 11th ഈ മാസം ഫെബ്രുവരി 11th ആകുമ്പോഴത്തേക്ക് 5 മാസം കംപ്ലീറ്റ് ആവും. ഈ 5 മാസത്തിനുള്ളിൽ അവളെ നോക്കാൻ 4 ചേച്ചിമാർ വന്ന് പോയിട്ടുണ്ട്. ആരും നമുക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. ലാസ്റ്റ് വന്ന് പോയ ചേച്ചി പോയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഈ തിങ്കളാഴ്ച അടുത്ത ചേച്ചി വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അവനെ നോക്കാൻ ആളെ വെക്കാതെ വേറെ വഴിയില്ല. കാരണം ഇപ്പോൾ കുട്ടിച്ചനും ഉണ്ട്, കുട്ടിച്ചൻ്റെ കാര്യം നോക്കണം. എൻ്റെ മെറ്റേണിറ്റി ലീവ് തീരാറായി. അപ്പോൾ 2 പിള്ളേരെയും കൂടെ ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പാടായിരിക്കും. മൊത്തത്തിൽ നമുക്ക് എന്തായാലും ഒരാളെ വെക്കാതെ വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റേച്ചു ഉണ്ടാവുന്നതിന് മുന്നേ ഞങ്ങൾ തീരുമാനിച്ചാണ് റേച്ചുവിനെ നോക്കാൻ ഒരാളെ എന്തായാലും വെക്കണം എന്ന് പറഞ്ഞു വന്നത്. അതുകൊണ്ട് ഒരാഴ്ച കുറച്ച് കഷ്ടപ്പാടായിരുന്നു. ഇവിടെ ഉണ്ടായതിന് ശേഷം മുതൽ ആളുള്ളതുകൊണ്ട് ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കഴിഞ്ഞ ഒരാഴ്ച ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ ഉണ്ടായപ്പോൾ മുതൽ അങ്ങനെ നോക്കിയൊരു ശീലം ഇല്ലാത്തതുകൊണ്ടൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഈ തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്കും ചേച്ചി വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഏജൻസി ത്രൂ ആണ്. അപ്പോൾ അവർ ഓരോരുത്തരെ മാറ്റി വിടും. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് ക്ലീനിങ് പരിപാടീസും കാര്യങ്ങളുണ്ട്. ക്ലീനിങ് മീൻസ് എൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു ലോഡ് സാധനങ്ങൾ എനിക്ക് ഇനി ഇവിടെ വന്നിട്ട് അൺപാക്ക് ചെയ്യണം. അയ്യോ, എന്തോ നിർക്കന്തല്ലേ കയറി. ഓക്കെ, അപ്പം ഇനി സാധനങ്ങളൊക്കെ എനിക്ക് അൺപാക്ക് ചെയ്യണം. പിന്നെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ബെഡ്ഷീറ്റ് എനിക്ക് മാറ്റണം. ഈ ചേട്ടായി ഉണ്ടല്ലോ, എൻ്റെ പൊന്നെ, ഈ ചേട്ടായി ഞാനിപ്പോൾ 2 മാസം കഴിഞ്ഞാണ് ഞാൻ വരുന്നതെങ്കിൽ ആ 2 മാസവും അതേ ബെഡ്ഷീറ്റും പുറച്ചുകൊണ്ട് കിടക്കും, അതേ ബെഡ്ഷീറ്റിനകത്ത് കയറി കിടക്കും. അങ്ങനെ യാതൊരു വിധ മടിയും ചേട്ടായിക്കില്ല. അതുകൊണ്ട് എനിക്ക് മെയിൻ ടാസ്ക് ഈ ബെഡ്ഷീറ്റ് എടുത്ത് അലക്കണം. പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ കിടപ്പുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഭയങ്കര അലങ്കോലല്ലെങ്കിലും ഏതാണ്ടൊക്കെ കുറച്ച് എന്താണ്ടൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, എനിക്കറിയാൻ പാടില്ല. എന്തായാലും മൊത്തത്തിലൊന്ന് ക്ലീനാക്കി വൃത്തിയാക്കണം. അതാണ് ഇന്നത്തെ ടാസ്ക്. ഇത് ഞങ്ങളുടെ ബെഡ്റൂമാണ്. പിന്നെ റേച്ചിൽ കിടക്കുന്ന റൂമുണ്ട്, റേച്ചിലും ചേച്ചിയും കിടന്നുകൊണ്ടിരുന്ന റൂമുണ്ട്. അവിടുത്തെ സാധനങ്ങളും എനിക്ക് കുറച്ച് അൺപാക്ക് ചെയ്യണം. ദാ ഇങ്ങനെയാണിത് കിടക്കുന്നത്. ജസ്റ്റ് ഒരു ഗ്ലാൻസ് അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്കെല്ലാം ഒന്ന് അടുക്കി പറക്കി വയ്ക്കാം. അപ്പോൾ ഞാൻ കാർഗോന്തിലൊക്കെ കിട്ടിയ ജീവിതത്തിന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കരമായിട്ട് അങ്ങനെ ക്ലീൻ ചെയ്ത് നടക്കുന്ന ആളാണ്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്ന സമയത്തായിരിക്കും കേട്ടോ ക്ലീനിങ് ഒക്കെ തുടങ്ങുന്നത്. പക്ഷേ ക്ലീൻ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫുള്ള് തീർത്തിട്ട് കയറി വരത്തുള്ളൂ. പിന്നെ ഈ ഒരു ഫോട്ടോ ഫ്രെയിം ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നമുക്കൊരാൾ ഗിഫ്റ്റ് അയച്ചാണ് കേട്ടോ. അപ്പോൾ ക്ലീനിങ് ഒക്കെ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതായത് ബെഡ്ഷീറ്റ് ഒഴികെ ബാക്കി അത്യാവശ്യം വലിയ കുഴപ്പമില്ല. അതായത് ഈ ഷെൽഫൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ഉറുമ്പിൻ്റെ ശല്യം. എനിക്കറിയാൻ പാടില്ല ഇവിടെ നിന്നാണ്ടിരിക്കുമ്പോൾ ഇത്ര ഉറുമ്പ് വരുന്നതെന്ന്. എത്രയൊക്കെ തുടച്ച് വൃത്തിയൊക്കെ ഇട്ടാലും പിന്നെ ഉറുമ്പ് വരും. അപ്പോൾ ഉറുമ്പിനെ കൊല്ലാനായിട്ട് എന്നേക്കുമായിട്ട് കൊല്ലാനായിട്ടുള്ള വല്ല മരുന്നും ആർക്കെങ്കിലും അറിയാമെങ്കിൽ, വല്ല പൊടിയോ എന്തെങ്കിലും ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഇതാ ബെഡ്ഷീറ്റാണ് മെയിൻ ടാസ്ക്. എൻ്റെ പൊന്നോ, ഇത് പുതപ്പ് 1 കിലോ ഉണ്ട്. ഇതെടുത്ത് പൊക്കി ഇത് മാറ്റി വെക്കലാണ് ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ ഇനിയിപ്പോൾ ബെഡ്ഷീറ്റ് മാറ്റണം. പിന്നെ കുളിച്ചിട്ടുണ്ട്. അപ്പോൾ റേച്ചു എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ റേച്ചു ഇപ്പോൾ മമ്മിയുടെ കയ്യില. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ബെഡ്ഷീറ്റ് മാറ്റി കുളിച്ചിട്ടും കൂടെ ചെന്നിട്ട് റേച്ചലിനെ എടുത്തുകൊണ്ട് വരാമെന്ന്. അപ്പോൾ ഇനി ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റട്ടെ കേട്ടോ. ഈ ബെഡ്ഷീറ്റ് ഒരിക്കൽ പണി ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാറില്ല കേട്ടോ. കാരണം എനിക്ക് തീരെ ഇഷ്ടമല്ല, വീർത്തിരിക്കുന്ന സംഭവമാണ് ബെഡ്ഷീറ്റ് ഒരിക്കലും. സാധാരണ ഞാൻ ചേട്ടനെ വിളിച്ചാണ് ബെഡ്ഷീറ്റ് വിരിക്കാറ്. ഇന്നിപ്പോൾ ചേട്ടായി കുറച്ച് ബിസി ആയതുകൊണ്ട് ഞാൻ ചേട്ടനെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പോയില്ല. അപ്പോഴാണ് നമ്മുടെ കുട്ടിച്ചൻ കയറി തന്നെ. പിന്നെ ഇവന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുഞ്ഞു ടാസ്കുകൾ കൊടുക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ അമ്മേനെ വഴക്ക് പറയും കേട്ടോ. നീ കൊച്ചുവച്ചിനെ കൊണ്ടാണോ ഇത്രയും പണികളൊക്കെ ചെയ്യാറെന്നൊക്കെ പറഞ്ഞാൽ വഴക്ക് പറയും കേട്ടോ. പക്ഷേ അതൊന്നും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എത്രയും ചെറുപ്പത്തിലെ പിള്ളേർ ശീലിപ്പിക്കുന്നു അത്രയും നല്ലത്. അതായത് വലിയ ഭാരിച്ച പണികൾ അങ്ങനെയല്ല. നമ്മളെന്തെങ്കിലും
എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ നിന്ന് ചെയ്യുന്ന പോലെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞു ടാസ്കുകളൊക്കെ കൊടുക്കുക. അല്ലെങ്കിൽ എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം അവന് ചെയ്യാനായിട്ട് മടിയില്ല, കാരണം അവൻ കുഞ്ഞാണ്. അപ്പോൾ അവനോട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കുറച്ച് കഴിഞ്ഞ് വലുതായി കഴിയുമ്പോൾ നമ്മൾ അവനോട് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാൻ പറയുമ്പോഴത്തേക്കും അവന് പെട്ടെന്ന് മടിയായിരിക്കും. മടിയെന്ന് വെച്ചാൽ അവന് ഇഷ്ടം ഉണ്ടാവില്ല, കാരണം അവനത് ചെയ്ത് ശീലിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു പഴഞ്ചൊല്ലി ഇട്ടിട്ടില്ല, ഈ ചൊട്ടയിലെ ശീലം ചുടല വരെയത്. അത് സത്യമാണ്. നമ്മൾ എത്രയും ചെറുപ്പത്തിലെ നമ്മൾ അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിച്ച് പഠിപ്പിക്കുന്നു അത്രയും നല്ലത്. അതാകുമ്പോൾ അവൻ്റെ ആ വളരുന്ന രീതിയിൽ തന്നെ, ലൈക്ക് അവൻ ആ വളരുന്നതിൻ്റെ കൂടെ തന്നെ ആ ഒരു ശീലം അവനിൽ വളരും. ഓക്കെ, അപ്പോൾ അതാ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വിരിച്ച സാധനം ഇപ്പം തന്നെ അവൻ വൃത്തിയേടാക്കിയിട്ടുണ്ട്. അയ്യോ മോനെ ഒരു മിനിറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ കുട്ടികളെ കുളിപ്പിക്കണം, റേച്ചുവിനെ കുളിപ്പിക്കണം, റേച്ചുവിനെ എടുത്തുകൊണ്ട് വരണം, അവളെ ഉറക്കണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.